The next main topic which we are going to deal with, that is a measuring instrument. Out of this is potentiometer. So we have learned Wheatstone's bridge and meter bridge, and the third one which you have to study is potentiometer. Now potentiometer has three functions. It is used for measuring unknown EMF, unknown resistance, internal resistance, and third is to find the ratio of EMF of two cells. And these three are having experimental setup also. And most of the time the last one, that is ratio of two cells, is done in your lab. Clear? So along with this video classes, I am sending some URLs related to the experiments. Clear? So first regarding the potentiometer, how or what is a potentiometer and how it is used, etc. will be dealt in this video. Now potentiometer has two parts. So it is primary circuit and there is a secondary circuit. Out of this, primary circuit is always fixed, whereas secondary circuit changes according to the requirement. What has to be found according to that, secondary circuit changes. Secondary circuit എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രൈമറി സർക്യൂട്ടിൻ്റെ ഒരേ ഒരു ഫംഗ്ഷൻ, മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. And the potential gradient is K. Sorry guys, in this video you will be hearing ഞങ്ങളുടെ പട്ടീൻ്റെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ടാവും. Don't know what happened to it. Anyways, so I'm sorry for the disturbance. So potential gradient K is actually, what is potential gradient means, it is a potential drop across each meter or each unit of the wire. അതായത് നമ്മുടെ potentiometer is consists of a large wire. ആ വയർ ഒരുപാട് ട്വിസ്റ്റുകളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സിംഗിൾ വയറാണ്, പക്ഷെ കുറേ ലെങ്ത്തിലാണ് വെച്ചിരിക്കുന്നത്, ട്വിസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഓരോ ഒരു ചെറിയ യൂണിറ്റ് മീറ്ററിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെയാണ് എന്താ പറയുന്നത്, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് മെഷറബിൾ ആണ്, അതൊരു പൊട്ടൻഷ്യോമീറ്ററിന് ഫിക്സഡ് ആണ്. സോ വൺസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് പിന്നെ ഈ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്ത് എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും ആ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വാരിയബിളും ഫിക്സഡ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആവുമ്പോഴേക്കിന് അപ്പോൾ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാം കണ്ടുപിടിക്കുന്ന ഭാഗത്തും ഫിക്സഡ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി ബാക്കിയുള്ള സെക്ഷനിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ചെറിയൊരു കോമൺ സെൻസ് ആയിട്ടുള്ളൊരു കാര്യം. സപ്പോസ് ഇതൊരു സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. റൈറ്റ്. ഇപ്പോൾ ഇതിൽ ഈ വരച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ഇത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയി, ഇത് അൺനോൺ EMF, എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വാല്യൂ എനിക്ക് അറിയുന്ന EMF ആണെന്ന് വിചാരിക്കുക. ഇത് ഈ ഡാഷ് ആണെന്നിരിക്കട്ടെ. റൈറ്റ്. അപ്പോൾ ഞാൻ ഏതോ ഒരു പോയിന്റിൽ ഈ ഡാഷ് മാറ്റിക്കൊണ്ടിരിക്കുക. അത് ഇത് വേരിയിങ് EMF ആണ്, വേരിയിങ് സെല്ല്. ഇത് ഈ വോൾട്ടേജ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു പോയിന്റിൽ ഗാലനോമീറ്ററിൽ 0 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. 0 ഗാലനോമീറ്ററിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, കറണ്ട് 0 ആണെന്നാണ് അല്ലേ. കറണ്ട് 0 എന്ന് പറഞ്ഞാൽ ഗാലനോമീറ്റർ റീഡിംഗ് ഇല്ല. കറണ്ട് ഇല്ല എന്നുള്ള അർത്ഥം എന്താ, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അതായത് മുകളിലും താഴെയും ഉള്ള ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ എന്തില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല അല്ലേ. കറണ്ട് ഒഴുകണമെന്നുണ്ടെങ്കിൽ ദ കറണ്ട് ഫ്ലോസ് ഫ്രം എ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സിൻസ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദെൻ ഓൺലി ദ കറണ്ട് ഇസ് 0. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, തുല്യമായിരിക്കും. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്. റൈറ്റ്. So when current is 0, the potential above is equal to potential below. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. ക്ലിയർ. നൗ ഇപ്പോൾ നമ്മളൊരു പൊട്ടൻഷ്യൽ ഗ്രേഡിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഒരു പ്രൈമറി സർക്യൂട്ടിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം പഠിക്കുകയാണ്. And from this primary circuit we are going to find how to find the value of potential gradient. So we have drawn a primary circuit. അപ്പോൾ ഒരു പ്രൈമറി സെല്ലിൻ്റെ ഒരു റിയോസ്റ്റാറ്റ് ആണ്, എന്നിട്ട് വേരിയിങ് ആണ് അല്ലേ. അത് വേരിയിങ് റിയോസ്റ്റാറ്റ്. പിന്നെ AB എന്ന് പറഞ്ഞിട്ടുള്ള വയറുടെ ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആ വയറിൻ്റെ ലെങ്ത്ത് L ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. റൈറ്റ്. ആൻഡ് വി ആർ അസ്യൂമിങ് ഡ്യൂ ടു ദിസ് സെൽ എ കറണ്ട് I is there. ഈ കറണ്ടൊക്കെ നമുക്കൊരു എമ്മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് EP-ൻ്റെ വാല്യൂ അറിയാം, റിയോസ്റ്റാറ്റിൻ്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, I എനിക്ക് ഒരു എമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കറണ്ട് വാല്യൂ നമുക്ക് ഈ സപ്പോസ് ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് RW ആണെന്ന് വിചാരിക്കുക. റൈറ്റ്. RW ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും, നിങ്ങൾ പറഞ്ഞ EP, ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ, ഡിവൈഡഡ് ബൈ ഈ ആറും ഈ റെസിസ്റ്റൻസ് വയറും എന്താ, സീരീസാണ്. സോ ഇറ്റ് ഈസ് R പ്ലസ് RW അല്ലേ. So what is the potential drop across the wire?
വി ഡബ്ല്യു എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അക്രോസ് വയർ എന്തായിരിക്കും ഐ ഇൻറ്റു ആർ ഡബ്ല്യു, ഇത് കൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് കൂടെ കറണ്ടാണ് എന്ത് ഇ പി അല്ലേ. അപ്പോൾ ഇൻറ്റു ആർ ഡബ്ല്യു ഇത് എടുക്കും, ഇ പി ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ഡബ്ല്യു. ദിസ് ഇസ് എ വാല്യൂ ഫോർ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ വയർ. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്ര കസർത്ത് ചെയ്തത് എന്ത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ്? ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് വയർ പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ. പെർ യൂണിറ്റ് ലെങ്ത്തിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? ഇ പി ആർ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ഡബ്ല്യു റൈറ്റ്. ജസ്റ്റ് ഇതിന് കൂടെ എന്തുണ്ട്? ഡിവൈഡഡ് ബൈ എൽ റൈറ്റ്. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ പ്രൈമറി സർക്യൂട്ടിൽ നിന്ന് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കിട്ടിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്? ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഓഫ് വയർ പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ഒരു യൂണിറ്റിലുണ്ടാകുന്ന ഈ വയറിൻ്റെ ഒരു യൂണിറ്റിലുണ്ടാകാൻ പോകുന്ന പൊട്ടൻഷ്യൽ, അതിനെയാണ് കെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് how to find unknown EMF. എങ്ങനെയാണ് അൺനോൺ EMF കണ്ടുപിടിക്കാൻ പോകണമെന്നാണ് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ അവിടെ പ്രൈമറി സർക്യൂട്ടിൻ്റെ കൂടെ എന്തും കൂടി വരും? ഒരു സെക്കൻഡറി സർക്യൂട്ട് കൂടി കയറി വരും. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മൾ കാൽക്കുലേറ്റ് ദ അൺനോൺ EMF. ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമാതിരിയുള്ള വയർ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ശരിക്കുള്ള വയർ വെരി വെരി ലോങ് ആണ്. അപ്പോൾ സപ്പോസ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ എ ബി എന്ന് പറയണത് ഇതാണ് പോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിൻ്റ് ബി വരിക കേട്ടോ. ക്ലിയർ? ഇത് ഈ ലൈനിലാവണമെന്നില്ല. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരും. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കി ഈ ഡിസ്റ്റൻസാണ് ഈ എ ബി എന്ന് വരിക കേട്ടോ. അതുകൊണ്ട് ഈക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഇത്രയും വയറും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് കറക്റ്റാണെന്ന് പറയുന്നില്ല. പൊട്ടൻഷ്യൽ മീറ്റർ വെച്ച് ചെയ്യണത് ശരിയാവണമെന്നില്ല. ബിക്കോസ് വി ആർ നോട്ട് കൺസിഡറിങ് ദിസ് മച്ച് വയേഴ്സ് ലെങ്ത്. വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണല്ലോ, ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നില്ല റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്കാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ. ക്ലിയർ? നൗ ദിസ് ഇസ് ദ സർക്യൂട്ട്. അപ്പോൾ പ്രൈമറി സർക്യൂട്ട് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ സെക്കൻഡറി സർക്യൂട്ടാണ് ഈ വരച്ചേക്കുള്ളത്. ഈ സർക്യൂട്ടിൽ ഈ എന്ന് എഴുതിക്കില്ലേ, അതാണ് അൺനോൺ EMF. എനിക്ക് ഈൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ. ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഇതാണ് നമ്മുടെ ജോക്കി. സോ ആദ്യം ഈ സർക്യൂട്ടിൽ ഈ ഭാഗം വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? വി ഹാവ് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് VW/L. സപ്പോസ് അത് ഞാൻ വെറുതെ ഒരു ആർബിട്രറി വാല്യൂ 2 ആണെന്ന് വിചാരിച്ചോട്ടോ റൈറ്റ്. അതിൻ്റെ അർത്ഥം 1 മീറ്ററിന് 2 വോൾട്ട് ഒരു യൂണിറ്റിന്. അപ്പോൾ 2 മീറ്ററിന് എത്രയായിരിക്കും? 4 വോൾട്ട് അല്ലേ. അപ്പോൾ എത്രത്തോളം ലെങ്ത്ത് കൂടുന്നോ അത്രത്തോളം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂടും ആണല്ലോ. അപ്പോൾ എ എന്ന പോയിന്റിൽ എന്തായിരിക്കും? ലോവസ്റ്റ് പൊട്ടൻഷ്യൽ. അത് തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ. ബിയിലായിരിക്കും എന്ത്? മാക്സിമം പൊട്ടൻഷ്യൽ ഉണ്ടാവും. ബി ഹാസ് ദ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ. ഇത് മനസ്സിലൊന്ന് വയ്ക്കുക. ക്ലിയർ ആവുണ്ടല്ലോ. നൗ നമ്മൾ എന്ത് പ്രോസസ്സാണ് ചെയ്യുക? പ്രോസസ്സ് എപ്പോഴും ഗാൽവനോമീറ്ററിൽ വെച്ചിട്ടുള്ള ഈ പോയിൻ്റർ അല്ലെങ്കിൽ ജോക്കി ഫസ്റ്റ് ഐ വിൽ പ്ലേസ് ഇറ്റ് അറ്റ് എ. അപ്പോൾ എയിൽ എന്താണ്? ലോവർ പൊട്ടൻഷ്യൽ അല്ലേ. എയിൽ ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ എവിടെ നിന്ന് എവിടേക്കാണ് കറണ്ട് പോവുക? അപ്പോൾ ഈ ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നോക്കി, സപ്പോസ് ഐ വിൽ പ്ലേസ് ദ പോയിൻ്റർ ലൈക്ക് ദിസ്. ചോക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ കറണ്ട് എങ്ങനെ ഒഴുകുക? കറണ്ടിൻ്റെ കാഴ്ചപ്പാടിൽ സെല്ലിനാണ് EMF കൂടുതൽ, അത് പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഒഴുകുക. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എ എന്ന പോയിന്റിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഒഴുകുക എയിൽ ജോക്കി വയ്ക്കുമ്പോൾ. എന്നാൽ ഇതേമാതിരി ഞാൻ അടുത്ത നിമിഷം ഗാൽവനോമീറ്ററിൽ നിന്ന് എന്ത് ചെയ്തു? ജോക്കി ബിയിൽ കൊണ്ടുവന്ന് വെച്ച് വയ്ക്കുക. അവിടെ ഹയർ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ കറണ്ട് എങ്ങനെ ഒഴുകുക? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നല്ലേ. അപ്പോൾ ബിയിൽ നിന്ന് കറണ്ട് ഇങ്ങനെയല്ല ഒഴുകുക, അതായത് ഇങ്ങനെ ലൂപ്പ് കവർ ചെയ്യും. അപ്പോൾ കറണ്ട് എങ്ങനെയാണ് വരുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ കറണ്ടിന് 2 ഡയറക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഗാൽവനോമീറ്ററിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് പോയിൻ്റർ ഇങ്ങനെ പോകണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സമയത്ത് എന്താ അങ്ങോട്ടായിരിക്കും, അതായത് ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് 0 ക്രോസ് ചെയ്യണ്ടാവില്ലേ. സോ അറ്റ് സം പോയിന്റ് ദ ഗാൽവനോമീറ്റർ വിൽ ബി ഷോയിങ് 0. സോ ഇഫ് ഗാൽവനോമീറ്റർ ഷോസ് 0 ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കറണ്ട് ഈസ് 0. ആ പോയിന്റിൽ ഏത് പോയിന്റിൽ ഞാൻ ജോക്കി വെച്ചപ്പോഴാണ് എനിക്ക് I0 വന്നത്, അതിനെയാണ് ഞാൻ ബാലൻസിങ് പോയിന്റ് എന്ന് പറയാം. ഇപ്പോൾ C എന്ന് പറയുന്നതാണ് എൻ്റെ ബാലൻസിങ് പോയിന്റ്. ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദ കറണ്ട് ഇസ് 0. ക്ലിയർ ആവുന്ന നോക്കിന്. അപ്പോൾ ആ പോയിന്റിലേക്ക് ഗാൽവനോമീറ്ററിൽ 0 കണ്ടില്ലേ, ആ ലെങ്ത് എനിക്ക് മെഷറബിൾ ആണ്.
അതെനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. സപ്പോസ് ദാറ്റ് ലെങ്ത് ഇസ് എൽ. ക്ലിയർ ആവുമ്പോൾ ആ എൽ എന്ന് പറയുന്നത് ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത് എന്ത്? റൈറ്റ്, എൽ. ക്ലിയർ ആവുമ്പോൾ അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു സിനാരിയോ ആയി. നോക്കിയേ, ഇത് ഇപ്പോൾ എൻ്റെ ഇവിടെ അല്ലേ ഇവിടെ ജോക്കിയിരിക്കുന്ന, ഇപ്പോൾ ഇതല്ലേ ഒരു സർക്യൂട്ട്, അതായത് എ സി ഇ ജി ഇ എ, ഇതൊരു സർക്യൂട്ട്, ഒരു ലൂപ്പായി. റൈറ്റ്. അപ്പോൾ കറണ്ട് 0 ആണെങ്കിൽ മുകളിലത്തെ പൊട്ടൻഷ്യലും താഴത്തെ പൊട്ടൻഷ്യലും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് പൊട്ടൻഷ്യൽ അറ്റ് എ സി ഷുഡ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഇ അല്ലേ? ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എ സി എന്ന് പറഞ്ഞാൽ വയറിൻ്റെ മുകളിലാണല്ലേ. അതായത് ഒരു യൂണിറ്റ് ലെങ്ത് വയറിൻ്റെ പൊട്ടൻഷ്യലാണ് നമ്മൾ കെ എന്ന് പറയണത് അല്ലേ? അതാണ് VW/L എന്ന് പറയുന്നത്, യൂണിറ്റ് ലെങ്ത്തിൻ്റെ പൊട്ടൻഷ്യൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ VACൻ്റെ ലെങ്ത് എത്രയാ? L. അപ്പോൾ L ലെങ്ത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താ വരിക? K × L എന്ന് വരും അല്ലേ? അപ്പോൾ VAC എന്ന് പറഞ്ഞാൽ എത്രയാ? KL അല്ലേ? പൊട്ടൻഷ്യൽ അക്രോസ് AC. ഒരു യൂണിറ്റിൻ്റെ K ആണെങ്കിൽ L ലെങ്ത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? KL അല്ലേ? അപ്പോൾ ഈ VAC എന്ന് പറയുന്നത് KL ആണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VAC is equal to K × L is equal to E അല്ലേ? അപ്പോൾ ഇതല്ലേ നമുക്കറിയേണ്ടത്, എന്ത്? അൺനോൺ EMF. സോ അൺനോൺ EMF is equal to ബാലൻസിങ് ലെങ്ത് ഇൻറ്റു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് നേരത്തെ സർക്യൂട്ട് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. അത് ഇൻറ്റു ഏത് പോയിൻറ്റിലാണ് നിങ്ങൾ ഗാൽവനോമീറ്റർ വെച്ചത്, ആ പോയിൻ്റ് മെഷർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഇൻറ്റു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ അൺനോൺ വാല്യൂ ഓഫ് ദിസ് സെൽ. ഈ സെല്ലിൻ്റെ EMF നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ വെരി സിമ്പിൾ സർക്യൂട്ട് ആൻഡ് എ സിമ്പിൾ തിങ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ഒരു നോട്ടായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സെല്ലിൻ്റെ പോസിറ്റീവും, അതായത് പ്രൈമറി സെല്ലിൻ്റെ പോസിറ്റീവും അൺനോൺ EMFൻ്റെ സെല്ലിൻ്റെ പോസിറ്റീവാണ് വെക്കേണ്ടത് കേട്ടോ. ഒരിക്കലും ഇത് മറച്ചു വയ്ക്കരുത്. അത് നെഗറ്റീവ് ഇവിടെ കൊണ്ടൊന്നും വെക്കരുത്. എന്തുകൊണ്ടാണ്? നമുക്ക് കറണ്ട് 0 വരണം അല്ലേ? അപ്പോൾ ശരിക്കും രണ്ട് സെല്ല് നെഗേറ്റ് ചെയ്യണം, അതായത് EP - E അല്ലെങ്കിൽ E - EP ഏതെങ്കിലും. സോ ഈ സിനാരിയോ വന്നുകൊണ്ടിരിക്കണം. ഡിഫറൻസ് ആണ് വരേണ്ടത്, എന്നാലേ കറണ്ട് 0 ആവുള്ളൂ. എന്നുവെച്ചാൽ ഡിഫറൻസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ, ഇപ്പോൾ സപ്പോസ് ഈ രണ്ട് സെല്ലുകൾ ഞാൻ റിവേഴ്സ് ചെയ്യാണ്ട് സെയിം ആയിട്ട് വെച്ചു എന്നിരിക്കും. അത് ഇവിടെ പ്ലസും ഇവിടെ മൈനസും വെച്ച് കഴിഞ്ഞാൽ, ഓർമ്മ ഉണ്ടോ? രണ്ട് സെല്ല് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? വി ആഡ് ദീസ് 2 cells, E1 + E2 എന്ന് പറയും. ഇപ്പോൾ ഇതെന്താ ചെയ്യണേ? ഞാൻ സെയിം പോൾസ് വെച്ച് കഴിഞ്ഞാൽ -E. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കറണ്ട് 0 വരാൻ 100% ഷുവർട്ടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സെൽസ് കണക്ട് ചെയ്യുമ്പോൾ ലൈക്ക് പോൾസ് തന്നെ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. ഒരു അഡീഷണൽ പോയിൻ്റ് എക്സ്ട്രാ വേറൊരു നോട്ടായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് അല്ലെങ്കിൽ ഈ ഒരു വയറില്ലേ, അതിനൊരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ, അത് എപ്പോഴും ഈ സെല്ലിനേക്കാൾ കൂടുതലായിരിക്കണം. എന്നാലേ കറണ്ട് ബാക്കിലേക്ക് ഒഴുകുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗാൽവനോമീറ്ററിൽ 2 റീഡിങ് പറഞ്ഞില്ലേ, ഒരു മാക്സിമം Eയിൽ വരുമ്പോൾ മിനിമം, Bയിൽ വരുമ്പോൾ മാക്സിമം. എന്നാലേ Bയിൽ മാക്സിമം വോൾട്ടേജ് വന്നപ്പോഴാണല്ലോ കറണ്ട് ബാക്കിലേക്ക് വന്നത്. എന്നാലേ പോയിൻ്റർ ഇങ്ങനെ നീങ്ങുള്ളൂ, വരികയും ചെയ്യുള്ളൂ. കുറവും മാക്സിമത്തിലേക്കും പോകണം. അങ്ങനെ മാക്സിമം വരണമെന്നുണ്ടെങ്കിൽ കറണ്ട് Bയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവണം. ഇങ്ങനെ Bയിൽ നിന്ന് കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എപ്പോഴും ഈ സെല്ലിനേക്കാളും കൂടുതലായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും AB അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയറിൻ്റെ പൊട്ടൻഷ്യൽ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ അൺനോൺ EMF. ഇപ്പോൾ ഞാൻ ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ABയിലുള്ള പൊട്ടൻഷ്യലേ സപ്പോസ് അതൊരു 16 വോൾട്ട് ഉള്ളൂന്ന് വിചാരിക്കും സെയിം. പക്ഷേ EMF എന്ന് പറയണതേ എനിക്കറിയാം, കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചത് ഒരു 20 വോൾട്ടിൻ്റെ ആണെങ്കിൽ ഈ ഒരു സിനാരിയോ വെച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിയർ ആവുണ്ടോ? സോ ഓൾവേസ് ദ EMF വിച്ച് യു ഹാവ് ടു ഫൈൻഡ് ഷുഡ് ബി ലെസ് ദാൻ ദ പൊട്ടൻഷ്യോമീറ്റർ വയേഴ്സ് പൊട്ടൻഷ്യൽ. അത് എപ്പോഴും കുറവായിരിക്കണം. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. റൈറ്റ്. ഞാനൊരു കാര്യം പറയുന്നത് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ സപ്പോസ് എനിക്ക് ബാലൻസിങ് ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ വന്നു, Kൻ്റെ വാല്യൂ 2 എന്നല്ല എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ 20 × 2 എത്ര വന്നത്? 40 അല്ലേ? അപ്പോൾ 40 ആയിരിക്കും എന്ത്? ഈ അൺനോൺ EMFൻ്റെ വാല്യൂ. അപ്പോൾ ചെറിയ കാൽക്കുലേഷൻ ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ.